എന്താ ഉണ്ടാക്കുന്നേ? പപ്പായസ? എന്ത് പപ്പായസം? ഗൈസ്, ദേവ് നമുക്ക് ഒരു പായസം ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടിട്ടെന്നാ തോന്നുന്നത്? ഒന്നോ പൊന്തിച്ച്. ഓ, ഇൻസ്റ്റന്റ് സേമിയ പായസമാണോ? എനിക്ക് അടയാണ് ഇഷ്ടം, സേമിയ ഇഷ്ടമല്ല. ഗൈസ്, അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പോവുകയാണ്. അതിന്റെ സന്തോഷം ഉണ്ടല്ലോ നിനക്ക്? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയിട്ട് ഇന്നേതാ പൂരാടോ ഉത്രാടത്തിന്റെ അന്ന് എനിക്കാന്ന് ഓർമ്മ. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് ഇവളും അമ്മയും കൂടി അമ്പലത്തിലെല്ലാം പോയി തൊഴുത് പ്രാർത്ഥിച്ചിങ്ങ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് വൈകുന്നേരമാണ് നമ്മളെ ട്രെയിന്. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം ഇന്നലെ ഭയങ്കര ക്ഷീണം പിടിച്ചു പോയി. നമ്മളെ ഫസ്റ്റ് ഓണം അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് അധികം വലിയ ആഘോഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇന്ന് ചെറിയ രീതിയിലുള്ള സദ്യ വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ പായസവും കാര്യങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അല്ലേ. ഇനി വലിയ സദ്യ നമുക്ക് നാളെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പൊ നിന്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചാ? ഇതെല്ലാം ബാഗിനുള്ളിൽ പാക്ക്. ഇപ്രാവശ്യം പോകുമ്പോൾ നമ്മൾ 2 ബാഗാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് അങ്ങോട്ടേക്കുമായിട്ട് കുറച്ച് കൊറിയർ സർവീസും കൂടി നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ. എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് അധികം ഡ്രസ്സ് നമ്മൾ എടുക്കുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ രണ്ടാളും ഓണത്തിന് പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നാളെ ഞാൻ ചിന്തിക്കുന്നത്, നാളെ നമ്മൾ അവിടെ പോയിട്ട് ഓണത്തിന്റെ, അതായത് തിരുവോണ ദിവസമാണല്ലോ നമ്മൾ എത്തുക. ആ ദിവസം നമ്മൾ പോയിട്ട് നമ്മളെ രീതിയിലുള്ള ഒരു പൂക്കളം നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. കണ്ണൂർ സ്റ്റൈൽ പൂക്കളം ഞാൻ ഇട്ട് കൊടുക്കും. നമുക്കിതാ എന്റെ ഡ്രസ്സസും ഇവളുടെ ഡ്രസ്സസും എല്ലാം സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്യുന്ന പരിപാടിയിലേക്ക് നോക്കട്ടെ. ഗൈസ്, അപ്പൊ നമ്മളെ പാക്കിംഗ് എല്ലാം ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ നമുക്ക് അവിടെ വെക്കേണ്ടതുള്ളൂ. ഈ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാനിപ്പോ എന്തായാലും ഓർഡർ ചെയ്ത് വരുത്തണം. അപ്പോൾ അതും എല്ലാം വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ പോവാം നമ്മുടെ സ്റ്റേഷനിലേക്ക്. അപ്പൊ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്. ഇതാ എന്റെ സുന്ദരി, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. ഓളെ കൊണ്ടുപോകാൻ പറ്റൂല, പ്രസവിക്കാനായ കൊച്ചല്ലേ, എങ്ങനെ കൊണ്ടുപോകാനാണ്? കുറെ നേരമായിട്ടുണ്ട് നോക്കുന്ന കല്ല്. ഇന്നെ കൊണ്ടുപോകട്ടോ, തിരുവനന്തപുരത്ത് വേണം വരെ വരുന്നുണ്ട് സുന്ദരി. അപ്പൊ എങ്ങനെയാന്ന് പരിപാടി? ട്രെയിനിൽ വേറെ സീറ്റാ. അതിലാണ് ഇവർക്ക് ഒരു ചെറിയ ടെൻഷൻ എടുത്തത്. എപ്പം പോകുമ്പോഴും എന്തെങ്കിലും ഒരു ടെൻഷൻ ആയിട്ട് ഇവിടെ ഇറങ്ങി. എന്താന്ന് അറിഞ്ഞുകൂടാ. അന്നാണെങ്കിൽ എന്തോ ട്രെയിനിൽ എന്തോ സംഭവം പറഞ്ഞാണ് ടെൻഷൻ ഉള്ളത്. അന്ന് പിന്നെ പറയണ്ടല്ലോ, ഇങ്ങനെ കണ്ടു തന്നെയാണല്ലോ. അന്ന് ശല്യേനും മറ്റേ ആർക്കുണ്ട്. ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വേറൊരു സീറ്റ്, ഞാൻ വേറൊരു സീറ്റ്, അത്രമാത്രമേ ഉള്ളൂ. സെയിം ബോഗിതലം തന്നെ. പിന്നെ കൊച്ചിനെ ഇപ്പൊ അങ്ങനത്തെ ട്രെയിൻ ജേർണി ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് സെറ്റായി പോയിക്കോളും. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണല്ലേ. കാരണം എന്ന് വെച്ചാൽ മഴ മാത്രമല്ല, തിരുവോണ ദിവസം ആണ് നാളെ. അപ്പൊ ഇന്ന് ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, പോകാൻ പറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഓട്ടോ ചേട്ടനോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോവാം. അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഇത്തവണ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് ആഘോഷിട്ട് വരാം. ശരി. എന്നെ മിസ് ചെയ്യോ? ഡെഫിനറ്റ്ലി. ഓ ഡെഫിനറ്റ്ലി. ഹീസ് ഓൾവേസ് ഇംഗ്ലീഷ്. യാർ വാട്ട് കാൻ ഐ ഡു? ദേവമോയ് പോവാ. വണ്ടി എത്തി. അപ്പൊ ഗൈസ്, നമ്മള് ഇറങ്ങാൻ പോവുകയാണേ. നല്ല മഴക്കോള് വരുന്നുണ്ട്. ഓട്ടോ ചേട്ടൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും ഇറങ്ങട്ടെ. അപ്പൊ വീടെ 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നിങ്ങളെ കണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അധികം വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഓൾറെഡി അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഇവക്ക് കണ്ട, ഇവക്ക് വലിയൊരു ബാണ്ടക്കെട്ടാണ് ആക്കി കൊടുത്തത്. എല്ലാ ഡ്രസ്സും എടുത്തിട്ട് പോകാൻ തോന്നുന്നു. 3 ദിവസം മാത്രമാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും അല്ലേ. അപ്പൊ ഓട്ടോയുടെ ദൂരത്തുനിന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. നമ്മളങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ദേവിക്ക് ഹാപ്പിനെസ് ഇപ്പം കൂടിക്കൂടി വരികയാണ് അല്ലേ. പിന്നെ ടെൻഷനാ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വേറെ സീറ്റ് ആയെന്നൊന്നും ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ട്രെയിൻ ഇപ്പൊ എന്റെ പേരിലാണ് ആ ട്രെയിനിലെങ്കിൽ ഞാൻ നിനക്ക് എല്ലാ സീറ്റും റിസർവ് ചെയ്ത് തരുവേന്. ഒന്നും ചിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ചിരിക്കാൻ പറ്റൂല. ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇന്ന് മിക്കവാറും കംപ്ലീറ്റ് കേരളം മൊത്തം മഴ കാണാൻ തോന്നുന്നല്ലേ. അതായത് തിരുവോണത്തിന് നമ്മൾ ട്രിപ്പ് പോലെയാണ് അല്ലേ. സത്യമല്ലേ, കേരളം മൊത്തം കറങ്ങാൻ പറ്റുന്ന ഭാഗ്യമുള്ള കപ്പിൾസ് ആണ് തെക്ക് വടക്ക് കപ്പിൾസ്. അങ്ങ് ട്രിവാൻഡ്രത്ത് വരെ, കണ്ണൂരിൽ നിന്ന് തുടങ്ങി ട്രിവാൻഡ്രത്ത് വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. എന്നാ പരിപാടി? ട്രെയിനിൽ കയറി കഴിഞ്ഞ പാടെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഞം വാങ്ങിക്കണ്ടേ?
ശരിയല്ലേ നമ്മൾ ചായയും കുടിച്ചിട്ടില്ല. ചായ പറ്റുവാണെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കും. പക്ഷെ നമ്മൾ നേരെ പോയിട്ട് ഞം വാങ്ങിച്ചിട്ട് വരാം. ഈ കാണുന്ന 16348 ആട്ടോ നമ്മളെ ട്രെയിന്. 5:15 ട്രെയിന് വരും. നമ്മളിപ്പോ എത്ര മണിക്ക് എത്തിയത്? 4 മണി. 1.5 മണിക്കൂർ പിടിക്കും. ഡിലേ ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ ആയി കഴിഞ്ഞാല് നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നല്ല റഷ് കൂടിയാണല്ലേ. തിരുവോണം ആയതുകൊണ്ട് എല്ലാരും നാട്ടിൽ പോകേണ്ട തിരക്കിലാണ്. നമ്മളെന്തായാലും നേരെ തിന്നാനുള്ളത് വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. തലശ്ശേരി സ്റ്റേഷനിൽ നല്ല അടിപൊളി പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. TLY നേരിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, അടിപൊളി. പക്ഷെ കുറെ സീറ്റ് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് സീറ്റിൽ ഇരിക്കാൻ സ്ഥലമില്ല. ചായ ഉണ്ടാവും ഇവിടെ? ചായ അപ്പുറത്തല്ലേ തോന്നുന്നു, അപ്പുറത്ത് പോവാം. നമ്മൾ 2 ബോട്ടിൽ വെള്ളവും ഒരു ബിങ്കവും മാത്രം തൽക്കാലം ഒതുക്കിയിട്ടുണ്ട്. ചായ കുടിക്കാൻ തോന്നുന്നില്ലല്ലേ? സ്റ്റേഷനിലെ ചായക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയല്ലേ പറ്റിയത്? ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെയുള്ള വിശ്രമ മുറിയുണ്ട്, അവിടെ പോയിട്ട് കുറച്ചു നേരം വിശ്രമിക്കാം. ദേവു, നമ്മള് തിരുവോണത്തിന് എന്താണ് ഇവിടെ സ്പെഷ്യൽ? സദ്യ മാത്രം. സദ്യ മാത്രല്ല, പിന്നെ എല്ലാരും കൂടെ ഒരു പൈപ്പ് അടിക്കാം. പക്ഷെ കുട്ടും ഇല്ലല്ലേ. കുട്ടും ഇല്ലാത്തത് വൻ നഷ്ടായിപ്പോയി. എന്തായാലും വലിയ കാര്യമൊന്നുമല്ല, വീട്ടിൽ കാണൂല. റൂമിൽ ഇങ്ങനെ ഫോൺ കുത്തി കളിക്കില്ലേ. ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകാം. കുട്ടു ബാംഗ്ലൂർ പോയത് കൊണ്ടാണ് ഓന് വരാൻ പറ്റാത്തത്. ഓനിന് എനിക്ക് തോന്നുന്നു 1-ാം തീയതി കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഉണ്ടാവും തോന്നുന്നല്ലേ. നമ്മളാ കുറവ് നടത്തണ്ടേ. ഒരു കാര്യം ചെയ്യട്ടെ, നീ പുലിയായിട്ട് നിൽക്കുന്ന പുലിക്കളിക്ക് നിന്നെ കൊണ്ടുപോവാ, ഞാൻ വേട്ടക്കാരനും. എന്താ നിനക്ക് പുതുവേട്ടക്കാരനാവാനുള്ള ഒരു കഴിവില്ല. ഇല്ലാണ്ട് ലുക്കില്ല. ലുക്കില്ലേ? ഞാനൊക്കെ ഷാറൂഖ് ഖാന്റെ ലുക്കാ. തിരുവോണത്തിന് നല്ല ട്രിവാൻഡ്രം സദ്യ കഴിക്കേണ്ട പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. മൂസ എന്തെങ്കിലും ആക്കി തരുവോടി? എനിക്ക് വേണ്ടതെന്ന് വെച്ചാല് നാച്ചുറൽ അടയില്ലേ, അതാ വേണ്ടത്. നമ്മൾ ഇടുന്ന കിട്ടുന്ന മിക്സഡ് അടയല്ല, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു അടയില്ലേ, മിക്കവാറും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അട വെക്കണം. അത് അട വെക്കുമ്പോഴത്തേക്കും ഏത് അടയ വെക്കുക എന്നുള്ളത് തമ്പുരാൻ അറിയാം. ആ അട മാത്രമേ വെക്കൂ അവിടെ അല്ലേ? നമ്മളെ പോലത്തെ ഇല്ലല്ലോ, ചെറിയ ചെറിയ ടൈപ്പ് അട. എന്റെ ഏറ്റവും വലിയ ഫിയർ എന്താന്ന് വെച്ചാല് ഇപ്രാവശ്യത്തെ ട്രെയിനിലെങ്കിലും നമ്മൾ അണ്ണന്മാർ ഇല്ലാണ്ടെന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് തന്നെ തൊള്ള തുറന്നിട്ട് എനിക്ക് മതിയായി. ഇപ്രാവശ്യം ശബരിമലയിലെ കുറച്ച് ഓഫ് സീസൺ ആയിട്ടുണ്ടാവില്ലേ? അന്നും പക്ഷെ സീസൺ അല്ല, ആയിരുന്നോ? ഓ, അന്ന് നമ്മളെ കർക്കിടകം തുടങ്ങുന്ന ഇതല്ലേ, രാമായണ മാസം അല്ലേ? എനിക്ക് കാണില്ല എന്നാണ് വിശ്വസിക്കുന്നത്. സപ്പോസ് ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് ഈ മിഡിൽ ബർത്തിൽ വരുന്നത്. ഈ 2 അണ്ണന്മാരെ കലകില പറയുമ്പോൾ ഞാനുണ്ടാവും അതിന് നടുക്ക്. സാൻഡ്വിച്ച് പരിവായി പോയല്ലേ. ഇവള് രക്ഷപ്പെട്ട്, ഇവള് സൈഡ് സീറ്റിലായോണ്ട് ഇവള് രക്ഷപ്പെടും. എന്ത് ആ മേലെ അങ്ങനെ കിട്ടൂല. ഇവക്ക് മേലെ കിടക്കാൻ ഭയങ്കര ഇതാണ്, എപ്പോഴും എന്നെ പിടിച്ച് കിടത്തല. പക്ഷെ ഇപ്രാവശ്യം ഇവ നീ കിടന്നേ പറ്റൂ. ഞാൻ വെളിയിലോട്ട് നോക്കി കിടക്കേണ്ട ഒരു ആൾക്കാരെ നീ മേലെ ജനല് ലൈറ്റ് നോക്കി കിടന്നു. യാത്ര മിഡിൽ ബർത്തിൽ ആ കാര്യത്തിൽ സുഖാണ്. എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാം ജനല് കാണുന്നില്ല. നമുക്ക് സപ്പോസ് ലൈറ്റ് ഇട്ടാലും മേലത്തെ ഷെയ്ഡ് കാരണം കാണു കിട്ടും. അപ്പൊ സുഖമായിട്ട് കിടന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ലോണം കിടന്നു. ഇപ്പൊ ട്രെയിനിൽ നമുക്ക് അധികം വീഡിയോസ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഒന്നാമത് സൗണ്ട് ആയിരിക്കും ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കോച്ച്. രണ്ടാമത്തെ എന്താ വെച്ചാൽ നീ അങ്ങേ അറ്റത്തും ഞാൻ ഇങ്ങേ അറ്റത്തുവാ. കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അറ്റത്തെങ്ങനെ വന്ന് ഇരിക്കാം, ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ. മറ്റേ മേലത്തെ ആൾ വിട്ടിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല. അത് നമ്മളെ വിധി പോലെ ഇരിക്കും. അങ്ങനെ വരാണ്ട് നിൽക്കൂല. ഓണത്തിന് ഫുൾ ബുക്ക്ഡ് ആണ്. വരാൻ പറ്റാതെ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റി ക്യാൻസൽ ചെയ്യാൻ ഒരു സിനിമയല്ല, ജീവിതമാണ്. ഒരാൾ ബുക്ക് ചെയ്ത് അയാൾക്ക് തീരെ സുഖമില്ലാണ്ടായോ, പിന്നെ അയാൾക്ക് വരാൻ പറ്റൂലല്ലോ അതില്. അത് പറ്റൂല. അപ്പം വേറെ സീറ്റ്, ആ സീറ്റ് വേറെ ആക്കുവോ? വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, പക്ഷെ പൈസ കൊടുക്കേണ്ടി വരും തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ്. എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കായിരിക്കും അത് പോവുക. ഗൈസ്, എന്തായാലും ട്രെയിൻ വരുന്നവരെ നമ്മൾ കാത്തിരിക്കട്ടെ. ഗൈസ്, ഈ കുരുട്ടിനെ ഞാൻ ഇപ്പം തന്നെ ട്രാക്കിലെങ്ങാനും കൊണ്ടുവരും കേട്ടാ. ബാഗിൽ കനവെന്ന് പറഞ്ഞിട്ട് ഇവിടെ അയച്ചു വെക്കാൻ പറഞ്ഞാല് നിൽക്കൂല. അയച്ചു വെക്ക്. വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ ഓള് കേൾക്കും. നല്ല അനുസരണയുള്ള കുട്ടി. ഇപ്പൊ വരും എന്നും പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊട്ടത്തി പേടിച്ചിട്ട്. നിനക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയല്ലേടി? ട്രെയിൻ പണ്ടേ പേടിയാണ്. എന്ത്
നീ എന്താ കേറിയതില്ലേ? എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നമ്മള് എനിക്ക് കേറാൻ ഭയങ്കര ടെൻഷൻ. എല്ലാ മാസവും പോന്നെ, അതെന്നാലും പേടി. അത് കേറാനാണ് ഏറ്റവും എളുപ്പം, ഇറങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇറങ്ങാനാകുമ്പോ തുള്ളി തുള്ളി ഇറങ്ങണം, ഇതാകുമ്പോ പെട്ടെന്ന് ആവുമല്ലോ. നമ്മുടെ വണ്ടി കുറച്ച് ഡിലേ ആണ്, എപ്പോഴും സ്ഥിരം ഉള്ള പോലെ തന്നെ അല്ലേ. 10 മിനിറ്റ് നമ്മൾ കാത്തു വെക്കേണ്ടി വരും. ഇപ്പൊ സീറ്റെല്ലാം കൊണ്ടുപോയിട്ട് മറ്റേ പൂക്കളത്തിന് വെച്ചിട്ടേ ഉള്ളത് അല്ലേ. ഒരുമാതിരി പൂക്കളം പക്ഷെ അടിപൊളി ഇവിടുത്തെ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവര് ലീഫ് ഒന്നും യൂസ് ചെയ്യാണ്ട് എന്ത് അങ്ങനെ പോയി എടുത്തിട്ടും വാ. വേണ്ട അല്ലേ? ഈ ചോട്ടാ ഭീമിന്റെ അങ്ങനത്തെ പോയിട്ട് എടുക്കാൻ വേണ്ടിട്ട് ബിങ്കോ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. പോയി തിന്നു ഇപ്പൊ മോള്. നമ്മള് ട്രെയിൻ ഇനി എത്തിയില്ല. സമയം ഇപ്പം ഏകദേശം 5:15. 5:20 എത്തുക. 5:20 എത്തുന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുഭപ്രതീക്ഷയാവട്ടെ. നമ്മളെ വണ്ടി ഇപ്പൊ ഏകദേശം എത്താനായി. 1 മിനിറ്റിനകം വണ്ടി സ്റ്റേഷനിലെത്തും. ദേവൂട്ടിന്റെ ഇതാ ചോർച്ച വന്ന്. ദേവൂട്ടിക്ക് എവിടെ നിന്നെല്ലാം ചോർച്ച ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പേടിച്ച് തൂറിയിരിക്കുന്നുണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട, അങ്ങ് കയറിപ്പോ. നിന്റെ സീറ്റിൽ ഇരുത്തിയാ പോരെ. ഞാൻ അടുത്തില്ലാത്തതാണ് പ്രശ്നം അല്ലേ മെയിനായിട്ട്. ഞാൻ പക്ഷെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആകെ ഒരു അപ്പുറത്ത് ഒരാളിന്റെ അപ്പുറത്താണ് ഉള്ളത്. എന്നിട്ടാണ് പേടിയൊന്നുണ്ട. ഇനിയിപ്പോ നിങ്ങൾ കാണുന്നത് നമ്മളൊരു ടൈം ട്രാൻസിഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ വീഡിയോ ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ട്രെയിനിൽ കയറി നിന്ന് കാണിക്കാൻ കഴിയില്ല. കാരണം എന്റെ കയ്യിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവളെ ഫോണും കൂടി ഞാനിപ്പോൾ ചുമക്കണം. ഇതെല്ലാം പിടിച്ചിട്ട് വേണം നമ്മൾ കയറാൻ. നമ്മളിനി എന്തായാലും നമ്മളെ ചിറയൻകീഴ് സ്റ്റേഷനിലെത്തിയിട്ട് മോർണിംഗ് നിങ്ങളെ കാണാം, അല്ലെങ്കിൽ ട്രെയിനിൽ മോർണിംഗ് നിങ്ങളെ കാണാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കാണാം. ഇവിടെ ഒരാൾ പേടിച്ചരണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ സീറ്റ് വരുന്നത് ഇപ്പുറത്തെ ഈ സൈഡാണ്, ഇവളെ സീറ്റ് ഇവിടെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് ദേവുവേ? നമ്മളിനി എന്തായാലും കാഴ്ച ഇതെല്ലാം കണ്ടിട്ട് നാളെ മോർണിംഗ് നിങ്ങളെ കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. അപ്പൊ നമ്മള് വർക്കല എത്താനായി. ഇനി ഒരു സ്റ്റോപ്പും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞപാടും നമ്മുടെ നേരെ ചിറയൻകീഴ് പിടിക്കുന്ന അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സെറ്റായില്ലേ? പിന്നെ ഇന്നലെ നമുക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല TTR ആയിരുന്നു. കാരണം നമ്മൾ സെപ്പറേറ്റ് ഇരുന്നപ്പോഴും ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ആദ്യം പുള്ളിക്കാർ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ വൈഫാണ് സാറേ, കാണുന്നില്ലേ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്നതെന്ന് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മൂപ്പര് പറഞ്ഞു, ശരി നിങ്ങളെ വൈഫല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി ഇരുന്നോ, കുഴപ്പമൊന്നും ഇല്ലാതെ. പിന്നെന്താ പറഞ്ഞേ? അത് ഇവളെ മുഖം കണ്ടിട്ടാണ് ഇവളിങ്ങനെയാ നിക്കുന്ന അല്ലേ. ഇത് നല്ല TTR ആണല്ലേ. നമ്മള് പിന്നെ അതിനിടയിൽ എന്തെല്ലാം കഴിച്ചു കൂട്ടിയത് നിങ്ങൾ കാണാത്തോണ്ടാണ്. ആദ്യം ഷവർമ കഴിച്ചതിന് ശേഷം പിന്നെ വിശന്നിട്ട് ട്രെയിനിൽ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ച്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി പായസത്തിന് ചോറ് ഊറ്റി എടുത്തിട്ട് ചിക്കൻ പൊരിച്ചത് വെച്ചപ്പോഴത്തെ സാറേ, ഞാൻ ആകെ എനക്ക് കയ്യിൽ നിന്ന് കൂട്ടാൻ പറ്റിയത് ആ ചിക്കൻ പൊരിച്ചത്. കാരണം ചിക്കൻ പൊരിച്ചത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. ചോറ് ഒന്നിനും കൊള്ളൂല. ചോറ് കഞ്ഞിയില് ബിരിയാണി അല്ലാത്ത എന്തോ ഒരു മസാല ഇട്ട് കലക്കി തന്നെ എന്താ ഉണ്ടാവുക, അതാണ് ചിക്കൻ ബിരിയാണി. അതുകൊണ്ട് ട്രെയിനിലൊന്നും ആരും വാങ്ങി കഴിക്കരുത്. ഞാൻ ഇതുവരെ അങ്ങനെ ട്രെയിനിൽ വാങ്ങി കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ ഒടുക്കത്തെ ട്രെയിൻ. ഡോണ്ട് എവർ റിപ്പീറ്റ്. എന്റെ ഉറക്കം എല്ലാം പോയി. എനക്ക് മേലേന്ന് അങ്ങനെ ഉറക്കാൻ കിട്ടിയിട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഇങ്ങനെ ഇടുന്നോണ്ട് പ്രശ്നം വരുന്നു. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചത് ഓണത്തിനൊന്ന് ഭയങ്കര റഷ് ആയിരിക്കും ട്രെയിനിൽ, അങ്ങനെയാണ്. പക്ഷെ സീറ്റെല്ലാം കുറെ കാലി ചെയ്യുന്നു അല്ലേ. എനിക്ക് തോന്നുന്ന കുറെ ആൾക്കാർ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ട്രിപ്പ് എല്ലാം. അതായത് എന്റെ ബെഡിൽ തന്നെ ഉണ്ടല്ലോ, എന്റെ ബെഡ് ഞാൻ മാറ്റിയിട്ട് ഇവളുടെ അടുത്തേക്ക് പോയ സമയത്ത് പോലും ഇല്ല, ആൾക്കാർ വരുന്നില്ല. ഞാൻ വിചാരിച്ചത് ആദ്യം കുറച്ച് ആൾക്കാർ വന്നിട്ട് പോയിന്ന, പക്ഷെ ആരും വന്നിട്ടൊന്നും ഇല്ല. ലീവ് കിട്ടിക്കാണില്ല വിചാരിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരിക്കും. ഏകദേശം നമ്മള് വർക്കല എത്താനായി. ഇതിന്റെ ഉള്ളിലോട്ട് ഒന്നും കാണാൻ പറ്റൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് അടുത്ത സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്, ചിറയൻകീഴ്. ഞങ്ങൾക്ക് അറിയാലോ. അവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോ ബസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. ബസ് കിട്ടുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വെറുതെ ആവുമെന്നാണ് എൻ്റെ. ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ എന്തായാലും പോയി ഇറങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാണ്, അതിനല്ലേ നല്ലത്. അപ്പൊ ഇതായിരുന്നു നമ്മളെ കോച്ച്. ഇത് എങ്ങനെയുണ്ട് കോച്ച്? ഇഷ്ടപ്പെട്ടില്ലേ?
തേർഡ് എ സി എല്ലാം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പഴയ കമ്പാർട്ട്മെന്റിലെ ഇതാ കിട്ടുക. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സെറ്റപ്പ് കമ്പാർട്ട്മെന്റ് ഇത് M2 M1 എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് ഇക്കണോമി ആണല്ലേ. ബാത്റൂം എല്ലാം കണക്കില്ലാണ്. ബാത്റൂം നിങ്ങൾ വലിയ അല്ല, മറ്റേത് വെച്ച് നോക്കുമ്പോ കുറച്ച് സ്പേസ് ഉണ്ട്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന് സ്പേസ് ഇല്ല. അതാണ് പ്രശ്നം. തേർഡ് AC-യിലുള്ള ബാത്റൂം ഒന്നും നിക്കാൻ പോലില്ല. ഇത് പുതിയ കോച്ചല്ലേ, പുതിയ കോച്ചാകുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ സ്പേസ് ഉണ്ടാവും. പക്ഷെ സെറ്റപ്പ് കോച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോച്ചായി. പക്ഷെ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാല് ഇതിൽ കേറുന്ന സ്റ്റെപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെ കേറി പോവാൻ കുറച്ച് പണിയാണ്. ഇതുവരെ മേലെ കയറാൻ പേടിയുള്ള ഒരു തീര് ഇപ്പൊ എല്ലാം കയറി പഠിച്ച്. തിരിച്ചു വരുമ്പോ ഇങ്ങനെ തിരിച്ചു വരുമ്പോ സീറ്റ് സെപ്പറേറ്റ് ആണ്. ഒന്ന് തിരിച്ചു വരുമ്പോ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോ ഒരു സീറ്റാ കിട്ടി, അല്ലെങ്കിൽ കിട്ടുമൊന്നുമില്ല. അതായത് നോക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഞാൻ ഇവളുടെ നാട്ടിലെത്തി. നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് നല്ല ഗംഭീര മഴ അല്ലേ. നമ്മളെ ട്രെയിന് നമ്മളോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് ഗൈസ്. അപ്പൊ ദേവന്റെ സന്തോഷം നോക്കാം അങ്ങോട്ട് നാട്ടിലെത്തുമ്പോഴത്തേക്ക്. ആളെ ആകെ മാറി. ഇനി ഓട്ടോറിക്ഷ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. മൂഞ്ചിന്ന് തോന്നുന്നു, ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ല. ഇവളുടെ ഒറ്റ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഓട്ടോ ഉണ്ടാവുന്നു. വർക്കിൽ ഇറങ്ങാനും മതിയേനല്ലോ. അവിടെ തന്നെ അവസ്ഥ. തിരുവോണായതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ. ബസ് ഉണ്ടാവോ എന്നുള്ളതും കൂടി നമുക്ക് ഡൗട്ടാണ്. ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോയാൽ മതിയേനും, പക്ഷെ 2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും. നമ്മളിപ്പോ സമയം ഏകദേശം 3:20 ആയിട്ടുണ്ട്. ബസ് എന്തായാലും 5 മണി 5:15 വരാൻ. ഇപ്പൊ വെറുതെ ഇവിടെ പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കുവാണ് പണി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓട്ടോ വരുവോടേ, നീയല്ലേ പറഞ്ഞ നിനക്ക് അറിയുന്ന ഏതോ ഒരു ആളുണ്ട് ഇവിടാന്ന്. നമ്മള് നേരെ ദേവുന്റെ വീട്ടിലെത്തി. ഒരു ഓട്ടോക്കാരനെ കിട്ടിയോണ്ട് പെട്ടെന്ന് തന്നെ കഷ്ടിച്ച് നമ്മള് അവിടുന്ന് സ്റ്റേഷനിൽ വേഗം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഇതാ എന്നെ കാത്തു നിൽക്കുന്നതല്ലേ, വീണ്ടും ഞാൻ ഒറ്റക്ക്. എന്നെ കാത്തു നിൽക്കുന്നത് ആകെ ഇവിടെ കണ്ട. എന്നെ കാത്തു നിൽക്കുന്നത് മൂങ്ങാ മുത്തശ്ശി മാത്രമേ എന്നെ കാത്തു നിൽക്കുന്നുള്ളൂ. എനക്കതെല്ലാം മതി. ഇനിയിപ്പോ എന്തായാലും നമ്മള് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മോർണിംഗ് വരാം ഗൈസ്. അപ്പം അടുത്തൊരു ഓണ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.